റിങ്കു സിംഗിനെ ഇന്ത്യ വേണ്ട വിധം ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇതിനോടകം അദ്ദേഹം 100-ലേറെ അന്താരാഷ്ട്ര മത്സരങ്ങൾ പിന്നിട്ട് കഴിഞ്ഞേനെ. നാഗ്പൂരിൽ ഇന്ത്യയുടെ വിജയത്തിന് പിറകെ മുൻ കിവീസ് താരവും കമന്റേറ്ററുമായ സൈമൺ ഡൂൾ പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ്. ഇന്ത്യൻ സെലക്ടർമാരുടെ മുഖത്തേക്ക് തിരിച്ചു വച്ചൊരു ചോദ്യശരമാണത്. അതെ, ഇക്കണ്ട കാലം അത്രയും അവർ ആ സ്വർണ്ണപ്പെട്ടിയിൽ ചില്ലറയിട്ട് വെച്ചിരിക്കുകയായിരുന്നു. നാഗ്പൂരിൽ ഇന്ത്യൻ ഇന്നിംഗ്സിലെ അവസാന ഓവർ ബോളിംഗ് എൻഡിൽ ഡാരൽ മിച്ചൽ. ഏത് ഡാരൽ മിച്ചൽ? എതിർവശത്ത് ഇന്ത്യക്കാരെ കണ്ടാൽ ഭ്രാന്തിളകുന്ന ഡാരൽ മിച്ചൽ. ഇന്ത്യൻ ബോളർമാരുടെ സ്ഥിരം മർദ്ദകൻ എന്നൊരു വിളിപ്പേരുണ്ട് അയാൾക്കിപ്പോൾ. ഇന്ത്യക്കെതിരെ അയാൾ അടിച്ച 4 സെഞ്ചുറികളും ഇന്ത്യൻ മണ്ണിൽ വെച്ചായിരുന്നു എന്ന് മറക്കരുത്. ദിവസങ്ങൾക്ക് മുമ്പ് ശുഭ്മാൻ ഗില്ലും സംഘവും ഏകദിന പരമ്പര അടിയറ വച്ചത് അയാൾക്ക് മുന്നിലാണ്. മിച്ചലിന്റെ ആദ്യ പന്ത് നേരിടാൻ റിങ്കു ക്രീസിൽ നിന്ന് ഇറങ്ങി വന്നു. പിന്നെ പന്ത് സൈഡ് സ്ക്രീനിന് മുകളിലൂടെ ഗാലറിയിലേക്ക് മൂളിപ്പറക്കുന്നതാണ് കണ്ടത്. തൊട്ടടുത്ത പന്തിൽ മിഡ് വിക്കറ്റിന് മുകളിലൂടെ ഒരു 92 മീറ്റർ സിക്സർ. 4-ാം പന്ത് ഷോർട്ട് ഫൈൻഡിലൂടെ അതിർത്തി കടന്നു. അവസാന പന്ത് കൂടി ബൗണ്ടറി കടത്തി മനോഹരമായി അയാൾ ആ ഇന്നിംഗ്സ് ഫിനിഷ് ചെയ്യുന്നു. സമീപകാലത്ത് T20 ക്രിക്കറ്റ് കണ്ട ഏറ്റവും മികച്ച ഫിനിഷർമാരിൽ ഒരാളായിരുന്നിട്ട് കൂടി എങ്ങനെയാണ് റിങ്കു അധികം അവസരങ്ങളൊന്നും കിട്ടാതെ പുറത്തിരിക്കുന്നത് എന്നാണ് ആ ഇന്നിംഗ്സ് കണ്ട സൈമൺ ഡോൾ ചോദിച്ചത്. ഇന്ത്യക്കായി 36 T20 മത്സരങ്ങളിൽ കളത്തിലിറങ്ങിയിട്ടുണ്ട് റിങ്കു. അതിലാകട്ടെ 10 മത്സരങ്ങളിൽ ബാറ്റിങ്ങിന് അവസരം ലഭിച്ചിട്ടില്ല താനും. 26 ഇന്നിംഗ്സിൽ 165 അയാളുടെ സ്ട്രൈക്ക് റേറ്റ്, 45 ബാറ്റിംഗ് ആവറേജ്. അതായത് അവസരങ്ങൾ കിട്ടിയപ്പോഴൊക്കെ അയാളുടെ ബാറ്റ് മനോഹരമായി ശബ്ദിച്ചിട്ടുണ്ടെന്ന് സാരം. കരിയറിൽ അവസാന ഓവറിൽ മാത്രം 12 സിക്സറുകൾ റിങ്കു പായിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രം കണ്ട എക്കാലത്തെയും മികച്ച ഫിനിഷർമാരിൽ ഒരാളായ മഹേന്ദ്ര സിംഗ് ധോണിയുടെ പേരിലുമുണ്ട് അവസാന ഓവറിൽ 12 സിക്സറുകൾ. പക്ഷേ ധോണി അതിനായി എടുത്തത് 85 ഇന്നിംഗ്സുകളാണെങ്കിൽ 26 ഇന്നിംഗ്സ് കൊണ്ട് റിങ്കു ആ നേട്ടത്തിലെത്തി. ഇക്കാര്യത്തിൽ റിങ്കുവിന് മുന്നിലുള്ള ഹാർദിക് പാണ്ഡ്യയുടെ പേരിൽ 15 സിക്സറുകളാണുള്ളത്. ഹാർദിക് ഇതിനോടകം T20യിൽ 98 ഇന്നിംഗ്സുകൾ കളിച്ചു കഴിഞ്ഞു എന്നോർക്കണം. T20 ക്രിക്കറ്റിൽ അവസാന 2 ഓവറുകളിലെ മാത്രം റിങ്കുവിൻ്റെ സ്ട്രൈക്ക് റേറ്റ് അതിശയിപ്പിക്കുന്നതാണ്. 287.8 അവസാന ഓവർ മാത്രം എടുത്താൽ അത് 300 കടക്കും. ഡെത്ത് ഓവറുകളിൽ ഇത്രയും മികച്ച സ്റ്റാറ്റസുകൾ ഉള്ള ഒരാൾ നിരന്തരം തഴയപ്പെടുന്നതിന് പിന്നിലെ കാരണം ചോദിച്ചാൽ സെലക്ടർമാരിലേക്ക് തന്നെ വിരൽ ചൂണ്ടേണ്ടി വരും. അല്ലാതെന്ത്? റിങ്കുവിനോടുള്ള നിരന്തര അവഗണനയ്ക്ക് പിന്നിൽ ഗൗതം ഗംഭീറിൻ്റെ ഓൾറൗണ്ടർമാരോടുള്ള അമിത സ്നേഹമാണെന്നാണ് ക്രിക്കറ്റ് പണ്ഡിറ്റുകൾ ഒരു കാലത്ത് നിരീക്ഷിച്ചിരുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെ T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കുമ്പോൾ ഒരിക്കൽ കൂടി അയാൾ തഴയപ്പെടും എന്നാണ് സകലരും കരുതിയത്. ആഘോഷിക്കാൻ ആർമികളൊന്നും ഇല്ലാത്തതുകൊണ്ട് റിങ്കുവിനോടുള്ള അവഗണനകൾക്ക് സോഷ്യൽ മീഡിയയിൽ അധികം റീച്ച് ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷേ T20 ലോകകപ്പ് ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ ഇക്കുറി സകലരും സെലക്ടർമാർക്ക് കൈയടിച്ചു. ശുഭ്മാൻ ഗിൽ ടീമിൽ നിന്ന് പുറത്തേക്ക്, റിങ്കു സിംഗ് വിശ്വവേദിയിലേക്ക്. അധികകാലം ഇങ്ങനെ കണ്ണടച്ചിരുട്ടാക്കാൻ കഴിയില്ലെന്ന് ബോധ്യമായി കാണണം പലർക്കും. നാഗ്പൂരിൽ ഇന്നലെ ഇന്ത്യൻ വിജയത്തിൽ അഭിഷേക് ശർമ്മയുടെ ഇന്നിംഗ്സിനോളം തന്നെ റോളുണ്ടായിരുന്നു റിങ്കുവിൻ്റെ ഇന്നിംഗ്സിനും. അഭിഷേക് നൽകിയ തുടക്കം മുതലാക്കാൻ കഴിയാതെ പലപ്പോഴും ഇന്ത്യൻ താരങ്ങൾ വിയർക്കുന്നത് സമീപകാലത്ത് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഏഷ്യ കപ്പിൽ അന്ന് സ്ക്വാഡിലുണ്ടായിരുന്നിട്ടും ബെഞ്ചിലായിരുന്നു റിങ്കു. അവസരം കിട്ടിയത് കലാശപ്പോരിൽ മാത്രം, അതും ഒരൊറ്റ പന്ത് നേരിടാൻ. അന്ന് ബൗണ്ടറി അടിച്ച് കളി ജയിപ്പിക്കുകയും ചെയ്തു. ഗോഡ്സ് പ്ലാൻ എന്നാണ് അന്ന് അതിനെക്കുറിച്ച് റിങ്കു പറഞ്ഞു വെച്ചത്. ടൂർണമെൻറ്റിൽ ഒരു ഫിനിഷറുടെ കുറവ് ഇന്ത്യൻ സംഘത്തിൽ നിഴലിച്ചു കണ്ടിരുന്നു. ഏറെക്കാലം പുറത്തിരുന്ന ശേഷം ടീമിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ചില സമ്മർദ്ദങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും. അതുകൊണ്ട് നാഗ്പൂരിൽ ആദ്യം കുറച്ച് പന്തുകൾ സിംഗിളുകൾ കൊണ്ട് തുടങ്ങാം എന്നാണ് ഞാൻ കരുതിയത്. അവസാനം വരെ ക്രീസിൽ ഉണ്ടാകണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു. റിങ്കു മത്സരശേഷം പറഞ്ഞത് ഇങ്ങനെയാണ്. 14-ാം ഓവറിൽ ശിവൻ ദുബെ പുറത്തായ ശേഷമാണ് റിങ്കു ക്രീസിലെത്തിയത്. ആ ഓവർ പൂർത്തിയാകുമ്പോൾ ഇന്ത്യൻ സ്കോർ ബോർഡിൽ ഉണ്ടായിരുന്നത് 168 റൺസ്. റിങ്കുവിൻ്റെ ആദ്യ ബൗണ്ടറി വന്നത് കെയിൽ ജാമിസൺ എറിഞ്ഞ 17-ാം ഓവറിൽ. ആ ഓവർ അവസാനിക്കുമ്പോൾ 10 പന്തിൽ 12 ആയിരുന്നു സമ്പാദ്യം. ക്രിസ്ത്യൻ ക്ലർക്ക് എറിഞ്ഞ തൊട്ടടുത്ത ഓവറിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്തു. ആ ഓവറിൽ ഒരു 6ഉം 4ഉം സഹിതം 14 റൺസ് പിറന്നു. ഇന്ത്യൻ സ്കോർ 200-ൽ തൊട്ടു. എന്നാൽ 19-ാം ഓവറിലെ ആദ്യ പന്തിൽ സിംഗിൾ ഇട്ടത് വിനയായെന്ന് പിന്നെ അയാൾക്ക് തോന്നി. ജേക്കബ് ഡഫി എറിഞ്ഞ ഓവറിലെ അടുത്ത 3 പന്തുകളും അർഷദീപ് പാഴാക്കുന്നു. ആ ഓവറിൽ ഇന്ത്യ ആകെ സ്കോർ ചെയ്തത് 6 റൺസാണ്. ഇഷ്സോദിക്കും തനിക്കും ഓരോ ഓവർ വീതം ബാക്കിയുണ്ടായിരുന്നിട്ടും വെറും പാർട്ട് ടൈം ബോളറായ മിച്ചലിനെയാണ് അവസാന ഓവർ എറിയാൻ കിവീസ് നായകൻ സാന്റ്നർ വിളിച്ചത്. ആ മത്സരത്തിൽ ഒരു ഓവർ പോലും മിച്ചൽ എറിഞ്ഞിരുന്നില്ല എന്നുകൂടി ഓർക്കണം. ആ തീരുമാനത്തിന് പിന്നീട് വലിയ വില കൊടുക്കേണ്ടി വന്നു സാന്റ്നറിന്. അവസാന ഓവറിൽ മാത്രം റിങ്കു അടിച്ചെടുത്തത് 21 റൺസാണ്. ഇറ്റ്സ് ടു ലേറ്റ്. റിങ്കു സിംഗ്, നിങ്ങൾ ഏറെ വൈകിപ്പോയിരിക്കുന്നു. 2023 IPL ഗുജറാത്തിനെതിരെ കൊൽക്കത്തയ്ക്ക് ജയിക്കാൻ 8 പന്തിൽ 39 റൺസ് വേണമെന്നിരിക്കെ
റിങ്കു പായിച്ചൊരു സിക്സറിന് ശേഷം കമൻറ്റേറ്റർമാരിൽ ഒരാൾ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്: കളി അവസാന ഓവറിലേക്ക് കടക്കുമ്പോൾ 29 റൺസ് കൂടി വേണമായിരുന്നു കൊൽക്കത്തയ്ക്ക്. 6 ലീഗൽ ഡെലിവറികൾ എറിഞ്ഞ് പൂർത്തിയാക്കണം യാഷ് ദയാലിന്. അതിൽ 2 എണ്ണത്തിൽ റൺസ് വിട്ടുകൊടുക്കാതിരുന്നാൽ മാത്രം മതി കളി കൈവെള്ളയിലാക്കാം. സ്ട്രൈക്കിൽ ഉമേഷ് യാദവാണ്. ഗുജറാത്തിന് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമായി. എന്നാൽ ഉമേഷ് ആദ്യ പന്തിൽ സിംഗിളിട്ട് റിങ്കുവിന് സ്ട്രൈക്ക് കൈമാറുന്നു. അഹമ്മദാബാദ് സ്റ്റേഡിയം പിന്നെ സാക്ഷ്യം വഹിച്ചത് IPL ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും ത്രസിപ്പിക്കുന്ന റൺ ചേസിനാണ്. യാഷ് ദയാൽ എറിഞ്ഞ 2ാം പന്ത് ഔട്ട്സൈഡ് ഓഫ് സ്റ്റമ്പിന് പുറത്ത് വന്നൊരു ഫുൾ ടോസ് ആയിരുന്നു അത്. റിങ്കു ലോങ് ഓഫിന് മുകളിലൂടെ അതിനെ ഗാലറിയിൽ എത്തിച്ചു. 3ാം പന്ത് സ്ക്വയർ ലെഗിൽ വിശ്രമിച്ചു. 4ാം പന്തിൽ വീണ്ടും ഒരു ഫുൾ ടോസ്. ലോങ് ഓഫിലൂടെ അത് ഗാലറിയിലേക്ക് മുളിപ്പറന്നു. ഇനി 2 പന്തിൽ 10 റൺസ് കൂടി മതി ജയിക്കാൻ. 5ാം പന്തിനെ ലോങ് ഓണിലൂടെ നിലം തൊടാതെ അതിർത്തി കടത്തി റിങ്കു. അവസാന പന്തിൽ ജയിക്കാൻ വേണ്ടത് ഇനി 4 റൺസ് കൂടി. യാഷ് ക്ലൂലെസ്സായി നിൽക്കുകയാണ്. 6ാം പന്ത് ഒരു ഷോർട്ട് ബോൾ ആയിരുന്നു. ഒരിക്കൽ കൂടി ഔട്ട്സൈഡ് ഓഫ് സ്റ്റമ്പിൽ ലോങ് ഓണിന് മുകളിലൂടെ അത് ഗാലറിയിലേക്ക് പറന്നു. നിശബ്ദമായി കിടക്കുന്ന അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ റിങ്കു ഭ്രാന്തമായി ഓടി. അൺബിലീവബിൾ, ഇറ്റ്സ് ടു ലേറ്റ് എന്ന് നേരത്തെ ശബ്ദിച്ച കമൻട്രി ബോക്സിൽ നിന്ന് അപ്പോൾ കേട്ട ശബ്ദം അതായിരുന്നു. അടുത്ത സീസണിൽ കൊൽക്കത്ത 13 കോടി കൊടുത്താണ് റിങ്കുവിനെ ടീമിൽ നിലനിർത്തിയത്. പിന്നെയും പറന്നു അയാളുടെ ബാറ്റിൽ നിന്ന് പല ത്രസിപ്പിക്കുന്ന ഇന്നിങ്സുകളും. പക്ഷേ ഏറെക്കാലം ഇന്ത്യൻ ടീമിൻ്റെ വാതിലുകൾ മാത്രം അയാൾക്ക് മുന്നിൽ അടഞ്ഞു കിടന്നു. ഇക്കുറി അയാൾ നേരത്തെ തന്നെ ഒരു സിഗ്നൽ തന്നിട്ടുണ്ട്, ഒരു വലിയ സിഗ്നൽ. അഭിഷേകിൽ നിന്ന് ആരംഭിച്ച് റിങ്കുവിൽ അവസാനിക്കുന്ന ഇന്ത്യൻ ഇന്നിങ്സ് എതിരാളികൾ ഈ ലൈനപ്പിനെ നേരിടാൻ ഏറെ വിയർക്കും തീർച്ച.